10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 2ാം യൂണിറ്റിലെ 3ാം ലെസനായ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന സോങ്ങിന്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന സോങ്ങിനെ കുറിച്ചും ഈ സോങ്ങിന്റെ അപ്രീസിയേഷനുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ സോങ് എഴുതിയിട്ടുള്ളത് പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരൻ ബോബ് ഡിലൻ ആണ്. അബൌട്ട് ദി ഓതറെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. Bob Dylan, born May 24th, 1941, is an American singer, songwriter, artist and writer. അമേരിക്കക്കാരനായിട്ടുള്ള ബോബ് ഡിലൻ ഒരു എഴുത്തുകാരനും ഒരു കലാകാരനും ഒരു ഗാനമെഴുത്തുകാരനും ഗായകനുമായിരുന്നു. ഹിസ് ഏർലി സോങ്സ് such as Blowin in the Wind and The Times They Are Changing became anthems for the American civil rights and anti-war മൂവ്മെന്റ്സ്. ഇദ്ദേഹത്തിന്റെ ആദ്യകാല എഴുത്തുകളായിട്ടുള്ള ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്, ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്നുള്ള പാട്ടുകൾ അമേരിക്കയുടെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശത്തിന്റെയും ആപ്തഗാനങ്ങളായിട്ട് മാറി. His mid-1960s recording, backed by rock musicians, climbed the heights of the United States music charts. ഇദ്ദേഹത്തിന്റെ 1960കളിലുള്ള റോക്ക് മ്യൂസിക്കിന്റെ പിൻബലത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ടുകൾ അമേരിക്കൻ മ്യൂസിക്കിൽ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. He won the Nobel Prize in Literature for his contribution to music in 2016. സംഗീതത്തിനുള്ള സംഭാവനയ്ക്ക് 2016 ബോബ് ഡിലൻ നൊബേൽ പ്രൈസ് നേടിയിട്ടുണ്ട്. പാഠഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് കവിതയെക്കുറിച്ച് കൂടുതൽ അറിയാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. About the poem. Bob Dylan's Blowin in the Wind is a protest song and an appeal to the masses to fight for justice. ബോബ് ഡിലന്റെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന സോങ് ഒരു പ്രതിഷേധ ഗാനവും നീതിക്കായി പോരാടാനുള്ള ജനങ്ങളോടുള്ള അഭ്യർത്ഥനയുമാണ്. ഇറ്റ് ഇൻവോക്സ് ദ സ്പിരിറ്റ്സ് ഓഫ് ദ ഒപ്രസ്ഡ് ടു വേക്ക് അപ്പ് and assert their will and dignity against the age-old oppression and exploitation. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഇച്ഛയും അന്തസ്സും ഉപയോഗിച്ച് പോരാടാനാണ് ഈ പാട്ടിലൂടെ പറയുന്നത്. The song is taken from his album The Freewheelin and became the anthem of the civil rights movement of 1960s in USA. Blowing in the Wind എന്ന് പറയുന്ന ഈ പാട്ട് ബോബ് ഡിലന്റെ The Freewheelin എന്ന് പറയുന്ന ആൽബത്തിൽ നിന്നും എടുത്തതാണ്. 1960കളിൽ അമേരിക്കയുടെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ ആപ്തഗാനമായിരുന്നു ഈ ഗാനം. അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിന്റെയും അനീതിക്കുമെതിരെ ബോബ് ഡിലൻ എഴുതിയ ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഗാനം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ഈ സോങ്ങിൽ ബോബ് ഡിലൻ കുറേയധികം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ഡ്രമാറ്റിക് എഫക്ട് ഓർ ടു മേക്ക് എ പോയിന്റ് റാദർ ദാൻ ടു ഗെറ്റ് ആൻ ആൻസർ. ഒരു മറുപടി ലഭിക്കുക എന്നതിനുപരി ഒരു നാടകീയമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം പ്രകടിപ്പിക്കാനോ വേണ്ടി നിരന്തരം ചോദിക്കപ്പെടുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സോങ്ങിൽ നിരന്തരം കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കവിത അമേരിക്കയിൽ നിലനിന്നിരുന്ന അനീതിയും വിവേചനത്തിനുമെതിരെ എഴുതിയ ഒരു സോങ് ആണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. How many roads must a man walk down? ഒരാൾ എത്ര വഴികൾ സഞ്ചരിക്കണം ബിഫോർ യു കോൾ ഹിം എ മാൻ, അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ. ഇവിടെ ഹൗ മെനി റോഡ്സ്, ഈ റോഡ്സ് എന്നുള്ളത് സിംബലൈസ് ചെയ്യുന്നത് ഹൗ മച്ച് ലൈഫ് എക്സ്പീരിയൻസ് നീഡ് എ മാൻ, ഒരാൾക്ക് എത്ര ജീവിതാനുഭവം വേണം ബിഫോർ യു കോൾ ഹിം എ മാൻ, അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ. അതായത് ഒരാളുടെ ജീവിതാനുഭവം, ഇനിയും എത്ര ജീവിതാനുഭവങ്ങൾ ഉണ്ടായാലാണ് ഒരാളെ മനുഷ്യനായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ റോഡ്സ് എന്നുള്ളതിന് വേറെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതായത് സഫറിങ്, പെയിൻ എന്നൊക്കെയാണ്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ,
എത്ര വേദനകൾ, എത്ര ദുരിതങ്ങൾ അനുഭവിക്കണം, ഇനിയും എത്ര ദുരിതങ്ങൾ ഒരാൾ അനുഭവിക്കണം അയാളെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കാൻ. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡവ് സെയിൽ? എത്ര സമുദ്രങ്ങൾ ഒരു വെള്ളരിപ്രാവ് താണ്ടിക്കടക്കണം. ഡവ് എന്ന് പറയുന്നത്, വൈറ്റ് ഡവ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സിമ്പലാണ്. അതായത് ഈ സമാധാനത്തിന്റെ സിമ്പലായിട്ടുള്ള സമാധാനം പുലരണമെങ്കിൽ ഒരു വൈറ്റ് ഡവ് എത്ര സമുദ്രങ്ങൾ ഇനിയും താണ്ടിക്കടക്കണം. ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്, മണൽത്തരികളിൽ അവ ഉറങ്ങുന്നതിനു വേണ്ടി. അതായത് സുരക്ഷിതമായി ഒരു മണൽത്തരിയിൽ ഉറങ്ങാൻ ഇനിയും എത്ര ഒരു വൈറ്റ് ഡവ് സഞ്ചരിക്കണം, എത്ര സമുദ്രങ്ങൾ താണ്ടിക്കടക്കണം. ഇവിടെ ഈ വൈറ്റ് ഡവ് എന്ന് പറയുന്നത് സമാധാനത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതായത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഇനിയും എത്ര സഞ്ചരിച്ചാലാണ് ഇവിടെ സമാധാനം പുലരുന്നത്, അതിന് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒരു മണലിൽ ഉറങ്ങാൻ കഴിയുന്നത് എപ്പോഴാണ്? അതായത് ഇവിടെ സമാധാനം പുലരാൻ ഇനിയും എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൻ ബോൾസ് ഫ്ലൈ? ഇനിയും എത്ര തവണ പീരങ്കിയുടെ ഉണ്ട പറക്കണം. കാനൻ ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലെ പീരങ്കിക്കാണ് കാനൻസ് എന്ന് പറയാ. ഈ കാനൻസ് ബോൾസ് ഇനിയും എത്ര തവണ പറക്കണം. ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്, അവ എന്നേക്കും നിരോധിക്കുന്നതിന് മുമ്പ്. അതായത് ഈ കാനൻ ബോൾസ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് വാറിനെയാണ്, യുദ്ധത്തിനെയാണ്. ഇത്രമാത്രം യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാവണം ഈ പീരങ്കി എന്നേക്കുമായി നിരോധിക്കുന്നതിന്റെ മുമ്പ്. ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അത് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെയൊക്കെ മറുപടി ദ ആൻസർ മൈ ഫ്രണ്ട്, ഇതിനുള്ള ഉത്തരം മൈ ഫ്രണ്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ അലയുന്നു. അതായത് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ഇതിനുള്ള മറുപടി ഈ കാറ്റിൽ അലയുന്നു. ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് നോൺ ടു ഓൾ, ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ഈസ് എവ്രിവെയർ, ഇത് എല്ലായിടത്തുമുണ്ട്. ഇതിന്റെയൊക്കെ ആൻസർ അന്തരീക്ഷത്തിൽ കാറ്റിനെ പോലെ എപ്പോഴും നിലനിൽക്കുന്നതാണ്. നോബഡി കെയർ, ആരും തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസർ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടെയിൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? The answer, my friend, is blowing in the wind. The answer is blowing in the wind. Yes, and how many years can a mountain exist? ഇനിയും എത്ര വർഷം ഒരു പർവ്വതം നിലകൊള്ളും? ഇവിടെ മൗണ്ടെയിൻ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് ഈഗോ, പ്രൈഡ് എന്നുള്ളതിനൊക്കെയാണ്. അതായത് അവിടുത്തെ റൂളിംഗ് പീപ്പിൾസിനെ, അവരുടെ ഭരണാധികാരികളുടെ ഈഗോയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇനിയും എത്ര വർഷം ഈ ഈഗോ നിലകൊള്ളും, ഭരണാധികാരിയുടെ ഈഗോ നിലനിൽക്കും. ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ, അത് സമുദ്രത്തിലേക്ക് ഒലിച്ചു പോകുന്നതിന് മുമ്പ്. ഇവിടെ മൗണ്ടെയിനെ സിംബലൈസ് ചെയ്യുന്നത് ഈഗോയാണ്, ഒരാളുടെ പ്രൈഡ് അല്ലെങ്കിൽ ഈഗോ ആണ്. ഈ ഭരണാധികാരികളുടെ ഈഗോ ഇനിയും എത്ര കാലം നിലകൊള്ളും? ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ, അവ സമുദ്രത്തിലേക്ക് ഒലിച്ചു പോകുന്നതിന് മുമ്പ്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ്? ഇനിയും എത്ര കാലം കുറച്ചു പേർക്ക് നിലകൊള്ളാൻ കഴിയും? ഇവിടെ പീപ്പിൾ എന്ന് സൂചിപ്പിക്കുന്നത് ഒപ്രസഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. ദ പീപ്പിൾ റെപ്രസെന്റ് എ ഗ്രൂപ്പ് വിച്ച് ലാക്ക് വോയിസ് ആൻഡ് പ്ലേസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ലാതെ അടിച്ചമർത്തപ്പെട്ട ആളുകളെയാണ് ഇവിടെ പീപ്പിൾ എന്നെന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അതായത് സഫറിംഗ് പീപ്പിൾ, സഫറിംഗ് മാൻ. അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് ഇനിയും എത്ര കാലം നിലകൊള്ളാൻ കഴിയും? ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ, അവരെ സ്വതന്ത്രരാവാൻ അനുവദിക്കുന്നതിന് മുമ്പ് ഇനിയും എത്ര കാലം ഇവർക്ക് നിലകൊള്ളണം? അതായത് ഈ അടിച്ചമർത്തപ്പെടുന്നവരെ എപ്പോഴാണ് സ്വതന്ത്രരാക്കാൻ അനുവദിക്കുന്നത്? അവർക്ക് സ്വതന്ത്രരാവാൻ സമ്മതം കൊടുക്കുന്നതിന്, അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഇനിയും എത്ര കാലം, എത്ര വർഷം അവർ നിലകൊള്ളണം? സ്വതന്ത്രരല്ലാതെ വെളുത്ത വർഗ്ഗക്കാരുടെ അടിമകളായിട്ട് ഇനിയും എത്ര കാലം നിലകൊള്ളണം അവരെ സ്വതന്ത്രരാക്കുന്നതിന് മുമ്പ്? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ്? എത്ര തവണ ഒരാൾക്ക് അവരുടെ മുഖം തിരിച്ചു കളയാൻ കഴിയും? ഇവിടെ മാൻ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് മാൻ റെപ്രസെന്റ്സ് ദ മോഡേൺ മാൻ ഹു പ്രിറ്റൻഡ് നോട്ട് ടു സീ ദ സഫറിംഗ് അറൌണ്ട്. ചുറ്റിനും നടക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും
അറിയുന്നില്ല എന്ന് അഭിനയിച്ച് നടക്കുന്ന റൂളിംഗ് പീപ്പിളിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭരണാധികാരിയാണ് ഇവിടെ എ മാൻ എന്ന് ഉള്ളത് കൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഹൗ മെനി ടൈംസ്, ഇനിയും എത്ര തവണ ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ്, ഭരണാധികാരികൾക്ക് അവരുടെ തല തിരിച്ചു കളയാൻ കഴിയും. ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻ സീ, അദ്ദേഹം ഒന്നും കാണുന്നില്ല എന്ന് അഭിനയിക്കാൻ ഇനിയും എത്ര കാലം അവർക്ക് കഴിയും. ഇവിടെ ഒപ്രസഡ് ആയിട്ടുള്ള ആളുകൾക്ക് നേരെ ആളുകളിൽ നിന്നും അവർ മുഖം തിരിച്ചു കളയുകയും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഇനിയും എത്ര തവണ അവർ തല തിരിച്ചു കളയും, അവർ ഒന്നും കണ്ടില്ലെന്ന് നടിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ ആൻസർ മൈ ഫ്രണ്ട്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ, ഇതിന്റെയൊക്കെ മറുപടി മൈ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരാ, ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, അവ കാറ്റിൽ അലയുന്നുണ്ട്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ഇതിന്റെ ഉത്തരങ്ങൾ കാറ്റിൽ അലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ദ ആൻസർ ഈസ് നോൺ ടു ഓൾ, ഇതിന്റെ മറുപടികളൊക്കെ എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ഈസ് എവ്രിവെയർ, ഇത് എല്ലായിടത്തും ഇതിന്റെ മറുപടികളുണ്ട്. ബട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, അതിനെ എടുക്കുന്നില്ല എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. Yes, and how many times must a man look up before he can see the sky? Yes, and how many ears must one man have before he can hear people cry? Yes, how many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. Yes, and how many times must a man look up? ഇനിയും എത്ര തവണ ഒരാൾക്ക് മുകളിലോട്ട് നോക്കണം. ഇവിടെ മാൻ മീൻസ് റെപ്രസെന്റ് ബ്ലാക്ക് പീപ്പിൾ. ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ, അദ്ദേഹത്തിന് ആകാശം കാണാൻ കഴിയുന്നതിന്റെ മുമ്പ് ഇനിയും എത്ര തവണ അദ്ദേഹം മുകളിലോട്ട് നോക്കണം. ഇവിടെ സ്കൈ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രീഡം ആണ്. അതായത് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ, സ്വാതന്ത്ര്യം കാണുന്നതിന്റെ മുമ്പ് ഇനിയും എത്ര തവണ മുകളിലോട്ട് നോക്കണം, അതായത് ഇനിയും എത്ര പ്രതീക്ഷിച്ചിരിക്കണം സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. സ്കൈ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രീഡത്തിനെയാണ്. അതായത് ഫ്രീഡം ലഭിക്കാൻ വേണ്ടി ഇനിയും എത്ര തവണ മുകളിലോട്ട് നോക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. ഇനിയും എത്ര ചെവികൾ വേണം ഒരാൾക്ക്. ഇവിടെ വൺ മാൻ എന്ന് പറയുന്നത് അതോറിറ്റി, ദ റൂളിംഗ് പീപ്പിൾ, അവിടുത്തെ ഭരണാധികാരികൾക്കും അവിടുത്തെ ഉയർന്ന വർഗത്തിലുള്ള ആളുകൾക്ക് എത്ര ചെവികൾ വേണം ബിഫോർ ഹി ക്യാൻ ഹിയർ ദ പീപ്പിൾ ക്രൈ. അവിടുത്തെ ആളുകളുടെ, ഇവിടെ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന ഒപ്രസർ ആയിട്ടുള്ള ആളുകളുടെ കരച്ചിൽ കേൾക്കുന്നതിന് മുമ്പ് ഇനിയും എത്ര ചെവികൾ അവർക്ക് വേണം. ഇവിടെ ഇവരുടെ ഈ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ വിഷമങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കേൾക്കാൻ ഇനിയും എത്ര ചെവികൾ ഇവർക്ക് വേണം, ഈ അവിടുത്തെ അതോറിറ്റിക്ക് വേണം, അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ്. ഇനിയും എത്ര മരണങ്ങൾ സംഭവിക്കണം, ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്. കുറെ അധികം ആളുകൾ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനിയും എത്ര മരണങ്ങൾ അവിടെ സംഭവിക്കണം. അതായത് ഇവിടുത്തെ വർണ്ണവിവേചനത്തിന്റെയും ഡിസ്ക്രിമിനേഷന്റെയും യുദ്ധങ്ങളുടെയൊക്കെ പേരിൽ കുറെ ആളുകൾ ദൈനംദിനം മരിച്ചു വീഴുന്നുണ്ട്. സോ ഇനിയും എത്ര മരണങ്ങൾ ഇവിടെ സംഭവിക്കണം, ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ്. കുറെ അധികം ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ടിൽ ഹി നോ, ഇവിടെ ഹി എന്ന് പറയുന്നത് അവിടുത്തെ റൂളറെയാണ് സൂചിപ്പിക്കുന്നത്, അവിടുത്തെ അതോറിറ്റി, അവിടുത്തെ ഭരണാധികാരികൾക്ക് കുറെ ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇനിയും എത്ര മരണങ്ങൾ സംഭവിക്കണം. ദ ആൻസർ മൈ ഫ്രണ്ട്, ഇതിനൊക്കെയുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, അത് കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ഇതിനൊക്കെയുള്ള മറുപടി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ ആൻസർ ഈസ് നോൺ ടു ഓൾ ആൻഡ് ഇറ്റ് ഈസ് എവ്രിവെയർ, ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് എല്ലായിടത്തും ഉണ്ട്. സോ ബോബ് ഡിലൻ 9ഓളം ക്വസ്റ്റ്യൻസിലൂടെ റെറ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. ഈ ഒരു സോങ് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ അനീതിയും അടിച്ചമർത്തലും അനുഭവപ്പെടുന്ന അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത്. Now let's go through the appreciation of the song Blowin in the Wind. Bob Dylan's Blowin in the Wind is a protest song and an appeal to the masses to fight for justice.
The song is taken from his album The Freewheelin and became the anthem of the civil rights movement of 1960 in USA. Through a series of questions and answers, Dylan raises issues such as oppression, war, human rights violation that continue to trouble the world. The poet asks, how long must a person endure injustice and how long will he need to exist to be truly free? He further questions how many more wars should be fought before peace can be restored in his world plagued by violence. The refrain, "The answer, my friend, is blowing in the wind," suggests that the answer to these questions are everywhere, but no one picks up the answer when it comes down. The poet continues to protest against the indifference of the people who turn a blind eye to the injustice and inequality in the world. The poet exhorts to eradicate inequality, injustice, and violence. Injustice may be as firm as mountain, but it can be washed out if the downtrodden masses stand united. The oppressors cannot turn a deaf ear to the song of the protest sung by the rebellious and the oppressed. The one and only answer for the questions raised by the marginalized is blowing in the wind, which indicates that a drastic change is imminent and inevitable. Dylan employs familiar and simple imagery. A man, a dove, the mountain, the sea, the cannonballs are images used by the poet. Man symbolizes people who face injustice and hope for justice. Dove is an emblem of peace and reminds of the enduring struggle for harmony and equality. The mountain strong is the symbol of rigidity of human nature. Sea represents change and true freedom that slowly erodes the rigidity of the mountains. Through a simple melody, the poet presents us with the problem of our society and forces us to think how these problems go unnoticed. The strength of the poem lies in its poignant and simple lines, which are powerful and soul-stirring.